മാജിക് മഷ്റൂം ലഹരി വസ്തുവല്ല എന്ന് ഹൈക്കോടതി പറയുന്നു. ലഹരി കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതി ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തുന്നത്. എന്താണ് കോടതി അതുമായി ബന്ധപ്പെട്ട് വിശദമായി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് കോടതി വ്യക്തമാക്കിയത്? കോടതി അതിനെ കാണുന്നത് എങ്ങനെയാണ് ശ്രീകാന്ത്? ശ്രീകാന്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ടെലിഫോൺ ബന്ധം നഷ്ടമായിട്ടുണ്ട്. ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. അതാണിപ്പോൾ വാർത്തയായി മാറുന്നത്. മാജിക് മഷ്റൂം ലഹരി വസ്തുവല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ്, എന്താണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി കോടതി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ലഹരി കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്താണ് കോടതി കൂടുതലായി വ്യക്തമാക്കിയത്? ശ്രീകാന്ത്, ഇതൊരല്പം കൗതുകകരമായ വാർത്തയായിട്ടാണ് തോന്നുന്നത്. കാരണം മാജിക് മഷ്റൂം നമ്മളൊക്കെ കരുതിയിരുന്നത് ഇത് വലിയ ഷെഡ്യൂൾഡ് നർക്കോട്ടിക് ഡ്രഗ് ആണ് എന്ന രീതിയിലാണ്. പക്ഷെ അതിപ്പോൾ കോടതി പറയുന്നത് മാജിക് മഷ്റൂം എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂൾഡ് നർക്കോട്ടിക് ഡ്രഗ് അല്ല എന്നാണ്. മാജിക് മഷ്റൂം അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഫംഗസ് ആണെന്ന് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. ലഹരി കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. 226 ഗ്രാം മാജിക് മഷ്റൂം, 50 ഗ്രാം മാജിക് മഷ്റൂം ക്യാപ്സൂളുകളുമായാണ് ഇയാളെ പിടികൂടുകയുണ്ടായത് പോലീസ്. ഈ ഷെഡ്യൂൾഡ് ഡ്രഗ് അല്ലാത്തതിനാൽ ഇയാൾക്ക് ജാമ്യം നൽകുകയാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇതെന്തായാലും ഒരു പുതിയ അറിവ് കൂടിയാണ്. അത് കൗതുകകരമായ ഒരു വാർത്തയുമാണ്. ശരി, എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. മാജിക് മഷ്റൂം ലഹരി വസ്തുവല്ല എന്നാണ് ഹൈക്കോടതി ലഹരി കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് നടത്തുന്ന നിരീക്ഷണം.